പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കിപ്പം നിലവിലറിയാം, വളരെയധികം തയ്യൽ കൂലി കൂടുതലുള്ളൊരു സമയത്തിലൂടെയാണ് നമ്മുടെ കാലങ്ങൾ കടന്നു പോകുന്നത്. അതിലുപരി തന്നെ നമുക്കിപ്പം നിലവിൽ ഈ ഒരു മേഖലയ്ക്ക് ആണുങ്ങൾ തയ്യൽക്കാർ ഒട്ടും കടന്നു വരുന്നില്ല. അതിൻ്റെ ഒരു കാരണവും നമുക്കറിയാവുന്ന ഒരു സത്യമാണ്. യൂണിഫോമൊക്കെ ഇപ്പം ഷർട്ടും പാൻറ്റിൻ്റെയൊക്കെ തയ്യൽക്കൂലി നമ്മളിപ്പോൾ നിലവിൽ 450 രൂപ പാൻറ്റിനും 300-325 രൂപ വരെ ഷർട്ടിന് തയ്യൽക്കൂലി ആയിരിക്കുന്നു. ഏകദേശം 750 രൂപ മേളിലൊക്കെ ഒരു ജോഡി ജെൻസിന് വരുന്നു. അതുകൂടാതെ ഗേൾസിൻ്റെ ഷർട്ടും പാൻറ്റും കോട്ട് യൂണിഫോം എന്ന് പറയുമ്പോൾ 1050 രൂപ 1200 രൂപ വരെ നിലവിൽ ഇപ്പോൾ കൂലി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ മേഖലയിലേക്ക് ആണുങ്ങളൊട്ട് തയ്ക്കാൻ കടന്നു വരുന്നുമില്ല. ഇപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അന്യ ദേശത്തു നിന്നും ആൾക്കാർ, തമിഴ്നാട് അല്ലെങ്കിൽ ഗുജറാത്ത്, ബീഹാർ അതുപോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ബംഗാളികൾ അതുപോലുള്ള ആൾക്കാരെ കൊണ്ടുവന്നാണ് നമ്മളിപ്പോൾ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് തന്നെ നമ്മൾ ചോദിക്കുന്ന ഒരു കൂലി കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് കാലം മാറിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തയ്യൽ പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിലിരുന്ന് കിട്ടുന്ന സമയങ്ങളിൽ തയ്യൽ പഠിക്കാൻ പലരും ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണ് തയ്യൽ. അത് തയ്ക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒത്തിരി ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ദൈവികമായ ഒരു അനുഗ്രഹമുള്ളൊരു തൊഴിലാണ് തയ്യൽ. ഒരു വലിയൊരു കലയാണ്. നമുക്ക് പേരെടുക്കാൻ പറ്റിയ ഒരു വലിയൊരു കലയാണ്. കാരണം നമ്മൾ തയ്ച്ച് ഒരാൾക്കൊരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടാൽ, ഒരു ചുരിദാറോ ഒരു ഷർട്ടോ ഒരു ബ്ലൗസോ ഒക്കെ തയ്ച്ച് നമുക്ക് ഒരാൾക്കൊന്ന് ഇഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും അയാൾ നമ്മളെ വിട്ടു പോകത്തില്ല. തികച്ചും നമ്മളടുത്ത് തന്നെ വന്ന് തയ്പ്പിക്കും. അതാണ് തയ്യലിൻ്റെ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത്. ഇപ്പോൾ തയ്യലിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ വാസ്തുശാസ്ത്രം പോലെ തന്നെ ശരീരശാസ്ത്രം എന്ന് പറയുന്നൊരു ശാസ്ത്രമാണ്. അതുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു തൊഴിലാണ് തയ്യൽ. എത്രയോ പേര് തയ്ച്ച് ഉപജീവനമാർഗം കഴിയുന്നുള്ളതും നമുക്കറിയാൻ പറ്റും. പിന്നെ വലിയ വലിയ സിറ്റികളിൽ എത്രത്തോളം ടൈലറിങ്ങിന് മാർക്കറ്റുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഈ അടുത്ത കാലത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു സൂട്ട് തയ്ക്കുന്നതിന് 40,000 രൂപ കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിലാക്കിയ 40,000 രൂപ എന്നുള്ളതല്ല, എന്നിട്ട് ആ കടയുടെ ഓണർ നേരിട്ട് അതിൻ്റെ മെഷർമെൻ്റ് എടുത്തു. അത് ഞങ്ങളൊരു വലിയൊരു ആൾക്കാരും ഒരു ഫോൺ വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിലാണ് അദ്ദേഹം ആ ഒരു മെഷർമെൻ്റ് എടുത്തത് എന്ന് എന്നോട് വന്ന് പറഞ്ഞു. അപ്പം ഞാൻ സത്യത്തിൽ ഒരു തുന്നൽക്കാരനായതിൽ ഏറ്റവും കൂടുതൽ അഭിമാനം കൊണ്ട ഒരു നിമിഷമായിരുന്നു അത്. എത്രത്തോളം ആ ഒരു ജോലി എത്രത്തോളം എത്തിയിരിക്കുന്നു, ടൈലറിങ്ങിൻ്റെ ഒരു വലിയൊരു മഹത്വം എത്രത്തോളം എത്തിയിരിക്കുന്നു എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചു പോയി. ഒരുപാട് ചിന്തിക്കുന്നതിലപ്പുറം ഒരുപാട് സന്തോഷവും തോന്നിയ നിമിഷങ്ങളായിരുന്നു. അപ്പോൾ അത്രത്തോളം എത്തി നിൽക്കുന്നു. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ നമുക്ക് ഒരുപാട് ഇതുണ്ട്, ടൈലറിങ് കണ്ടു പഠിക്കാനുള്ള സാധ്യതകളുണ്ട്. ഷർട്ടിൻ്റെ ആണെങ്കിലും ബ്ലൗസും എല്ലാം ഒരുപാടുണ്ട്. അപ്പോൾ വീട്ടിലിരുന്ന് നമ്മൾ കിട്ടുന്ന സമയങ്ങളിൽ തയ്യൽ പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഘടകം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ വോയിസ് ഇടുന്നത്. പിന്നെ നിങ്ങൾക്ക് ടൈലറിങ് സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ കമൻ്റ് ഇടുവാണെങ്കിൽ തീർച്ചയായിട്ടും സൗജന്യമായി തന്നെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതിലുപരി തന്നെ നിങ്ങൾക്ക് ഷർട്ടിൻ്റെ ഒരു പാറ്റേൺ സൗജന്യമായി തന്നെ അയച്ചു തരാനുള്ള ഒരു മാർഗം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റേതായിട്ട് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇടുക. മൊബൈൽ നമ്പർ ഞാനത് PDF ആക്കി പ്രിൻ്റ് എടുക്കുന്ന പോലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അതിൻ്റെ ഒരു സ്കെച്ച്, ഇപ്പോൾ നിങ്ങൾ സൈസ് പറയുവാണെങ്കിൽ ആ സൈസിൻ്റെ ഒരു സ്കെച്ച് സൗജന്യമായി തന്നെ നിങ്ങൾക്ക് തരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം അതിന് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറുകൾ കമൻ്റായിട്ടിടുക. കമൻ്റായിട്ടിടുമ്പോൾ ഏത് സൈസ് വേണമെന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ യൂണിഫോമാണ്, യൂണിഫോമിൻ്റെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഇന്ന ഒരു പാറ്റേൺ സൈസ് പറഞ്ഞാൽ ആ സൈസിലുള്ളൊരു ഷർട്ട് എൻ്റെ ഒരു സ്കെച്ച് ഞാൻ ആ പേപ്പറിൽ കട്ട് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ അതിൻ്റെ കൊറിയർ ചാർജ് മാത്രം കൊടുത്ത് നിങ്ങൾ കൈപ്പറ്റിയാൽ മതി. തികച്ചും സൗജന്യമായി തന്നെ നിങ്ങൾക്ക് തരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇതിന് സംബന്ധമായുള്ള എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഈ സ്കെച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്കെച്ചിട്ട് വെട്ടി നിങ്ങൾക്ക് ട്രയൽ ചെയ്യാം. ട്രയൽ ചെയ്തിട്ട് കട്ട് പീസിലോ ഇല്ല തുണിയിലുള്ള പഴയ മുണ്ടുകളിലോ സാരികളിലൊക്കെ വെട്ടി നിങ്ങൾ
തയ്ച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു അളവിലേക്ക് വരും. പിന്നെ ആ അളവ് വെച്ച് നിങ്ങൾ കൂട്ടിയും കുറച്ചുമൊക്കെ വെച്ചാൽ ഈ ഗണ്യമായ തയ്യൽക്കൂലിയിൽ നിന്ന് നിങ്ങൾക്കൊരു ലാഭവും കിട്ടും. നമുക്ക് ആ തൊഴിൽ വളരെ മനോഹരമായി തന്നെ സ്വായത്തമാക്കുവാനും കഴിയും. അത്രത്തോളം മഹത്തായ ഒരു തൊഴിലാണ് സ്റ്റിച്ചിങ്. ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ നിങ്ങൾ കമൻ്റ് ഇട്ടോ മൊബൈൽ നമ്പർ ഇട്ടോ, ഞാൻ അതിൻ്റെ രീതിയിലുള്ള പാറ്റേൺ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോരുത്തരും കൊറിയറിൽ അയച്ചു തരാം. കൊറിയർ ചാർജ് മാത്രം നിങ്ങൾ കൊടുത്ത് കൈപ്പറ്റിയാൽ മതി. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇനിയും ഇടുന്നതാണ്. നിങ്ങൾക്ക് തികച്ചും ഒരു അറിവ് കിട്ടട്ടെ എന്ന് കരുതിയും ഈ തൊഴിലിനെ അതുപോലെ സ്നേഹിക്കുന്നത് കൊണ്ടുമാണ് ഇങ്ങനൊരു ഐഡിയ ഇട്ടിരിക്കുന്നത്. ഓരോരുത്തർക്ക് കിട്ടുന്നത് പോലെ ഞാൻ അയച്ചു തരാം. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അല്ലെ കമൻറ്റ് എങ്ങനെയാണെന്ന് ചെയ്യുക. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു.